നമസ്കാരം. മീൻ കറിയും മീൻ ഫ്രൈയും എല്ലാവർക്കും ഇഷ്ടമാണ്. അതിഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. എന്നാൽ ഉണക്കമീൻ പലർക്കും അത്ര ഇഷ്ടമല്ല എന്നതാണ് സത്യം. അതിൻ്റെ മണവും എല്ലാം കുറച്ചു പേരെങ്കിലും അത് പിന്നോട്ട് നിർത്തുന്നുണ്ട്. എങ്കിലും ചില ആൾക്കാർക്ക് ഉണക്കമീൻ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയല്ല, ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങളൊന്ന് തീർച്ചയായും ചെയ്ത് നോക്കുക. ഒരിക്കലുമെങ്കിലും ഒന്ന് രുചിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമ്മളിന്ന് ചെയ്യുന്നത് ഉണക്ക വാള കൊണ്ട് തയ്യാറാക്കുന്ന മീൻകറിയാണ്. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചി ലോകത്തേക്ക് സ്വാഗതം. മീൻകറി ഉണ്ടാക്കുന്നതിലേക്കായി ഒരു ചട്ടി ചൂടാക്കാനായി വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. കഴിവതും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാവും നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. തീ കുറച്ചു വെച്ച ശേഷം 1 തണ്ട് കറിവേപ്പില ചേർക്കാം. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 10 വെളുത്തുള്ളി കട്ട് ചെയ്തതും 2 പച്ചമുളക് നെടുകെ കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റുക. വെറും 10 സെക്കൻഡ് നേരം ഒന്ന് ചെറുതായി വഴറ്റിയെടുത്താൽ മതിയാവും. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് 1/2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. 1 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം. തുടർന്ന് സവാളയുടെ നിറം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക. അതായത് ഏകദേശം 1 മിനിറ്റ് മതിയാകും. വഴറ്റിയ സവാളയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റി യോജിപ്പിക്കുക. 1 ചെറുനാരങ്ങ വലിപ്പത്തിലെ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത ശേഷം ആ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമുണ്ട്. അതായത് ഏകദേശം ഒരു 300 ml വെള്ളം ഉണ്ടാകും. തുടർന്ന് തിളയ്ക്കാനായി വയ്ക്കാം. ഇപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ഉണക്കമീനിൽ പൊതുവെ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. ആയതിനാൽ മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കാവുന്നതേ ഉള്ളൂ. തിളച്ചു തുടങ്ങുമ്പോൾ 2 ചെറിയ ഉള്ളിയും 2 പിടി തേങ്ങായും നല്ലപോലെ അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇത് അടച്ചു വയ്ക്കാം. ഈ സമയം തീ നല്ലപോലെ കൂട്ടിവയ്ക്കാം. 2 മിനിറ്റ് നേരം അടച്ചു വച്ച് തിളപ്പിച്ചെടുക്കുക. തുടർന്ന് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ ചേർക്കാം. ഞാനിതിൽ എടുത്തിരിക്കുന്നത് വാളയാണ്. ഗ്രേവിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം ഉണക്കമീൻ ഇടേണ്ടത്. ഈ സമയം തുറന്നു വെച്ച് തന്നെ വേവിക്കുക. നല്ല രീതിയിൽ തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. 8 മിനിറ്റ് നേരം തുടർച്ചയായി വേവിക്കാം. ഇത് വാള ആയതുകൊണ്ടാണ് നമുക്കിതൊരു 8 മിനിറ്റ് മതിയാകും. മറ്റെന്തെങ്കിലും മീനുകളാണെങ്കിൽ അതിൻ്റെ വേവ് അനുസരിച്ച് കൂടുതൽ കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഉപ്പ് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉണക്കമീൻ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് ഏറ്റവും അവസാനം ഇടുന്നതാണ് നല്ലത്. മീനിൽ ആവശ്യത്തിലധികം ഉപ്പ് പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മീൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അല്പനേരം നമുക്കിത് അടച്ചു വയ്ക്കാം. ചട്ടിയുടെ ചൂടിൽ തന്നെ ചാറ് അല്പം കുറുകി കിട്ടും. വളരെ രുചികരമായ ഉണക്കമീൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.